പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകും തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം തൊല്ലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം തൊല്ലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം തൊല്ലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, മിശിഹായുടെ മുഖപൂർണ്ണമായ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വിശുദ്ധ കുരിശിന്റെ തണലിൽ അഭയം തേടാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപികളെ പൗത്രീകരിക്കുന്ന ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ, സ്തുതി പാടും. അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സുസ്ഥിരമെന്നെന്നും. അനവത്തിൻ മമ നാദാനിൻ മഹിമയ്ക്കളവില്ലറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ തത്വത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിന് പ്രത്യക്ഷനാവുന്ന ഞങ്ങളുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമ രക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, സത്യമായി ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനും നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ.
സർവേശ പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്യനേ കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 31 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് എന്നോട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, സിംഹമോ സിംഹക്കുട്ടിയോ ഇരയുടെ നേരെ മുരളുമ്പോൾ ഒരു കൂട്ടം ഇടയന്മാർ അതിൻ്റെ നേരെ ചെന്നാലും അവർ ഒച്ച വയ്ക്കുന്നത് കേട്ട് അവ പേടിക്കുകയോ പരിഭ്രമിക്കുകയോ ചെയ്യാത്തതുപോലെ സൈന്യങ്ങളുടെ കർത്താവ് യുദ്ധം ചെയ്യാൻ സിയോൻ പർവ്വതത്തിലും അതിൻ്റെ കുന്നുകളിലും ഇറങ്ങി വരും. പക്ഷി ചിറകിൻ കീഴിൽ എന്ന പോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറൂസലേമിനെ സംരക്ഷിക്കും. അവിടുന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും. ഇസ്രായേൽ ജനമേ, നിങ്ങൾ കഠിനമായി മത്സരിച്ച് ഉപേക്ഷിച്ചവൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുവിൻ. അന്നു നിങ്ങൾ സ്വന്തം കരം കൊണ്ട് പാപകരമായി പൊന്നും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളെ വലിച്ചെറിയും. അസീറിയ മനുഷ്യൻ്റേതല്ലാത്ത ഒരു വാൾ കൊണ്ട് വീഴും. മനുഷ്യൻ്റേതല്ലാത്ത ഒരു വാൾ അവനെ സംഹരിക്കും. അവൻ വാളിൽ നിന്ന് ഓടിപ്പോകും. അവൻ്റെ യുവാക്കന്മാർ അടിമകളാകും. അവൻ തൻ്റെ അഭയശില വിട്ട് ഭീതിയോടെ ഓടിപ്പോകും. അവൻ്റെ സേവകന്മാർ പതാകയും ഉപേക്ഷിച്ച് സംഭ്രാന്തിയോടെ പലായനം ചെയ്യും. സിയോനിൽ അഗ്നി ജ്വലിപ്പിക്കുകയും ജെറൂസലേമിൽ ആഴി കൂട്ടുകയും ചെയ്ത കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. ദൈവമായ കർത്താവിന് സ്തുതി. എന്റെ സഹോദരേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലം അണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുകയും നിങ്ങളേവരുടെയും പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരരെ, നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് ഉചിതമാം വിധം നന്ദി പറയാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡകളിലും ദുരിതങ്ങളിലും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്ഥൈര്യത്തെയും വിശ്വാസത്തെയും കുറിച്ച് ദൈവത്തിൻ്റെ സഭകളിൽ വെച്ച് ഞങ്ങൾ തന്നെ അഭിമാനിക്കാറുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. ആ ദൈവരാജ്യത്തിന് നിങ്ങൾ അർഹരാക്കപ്പെടണമെന്ന ദൈവത്തിൻ്റെ നീതിപൂർവകമായ നിശ്ചയത്തിനുള്ള തെളിവാണിവയെല്ലാം. കർത്താവായ യേശു തൻ്റെ ശക്തരായ ദൂതന്മാരോടുകൂടി അഗ്നിജ്വാലകളുടെ മധ്യേ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നതും യാതനകൾക്കിരയായ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകുക എന്നതും ദൈവത്തിൻ്റെ നീതിയാണ്. അപ്പോൾ അവൻ ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും എതിരായി പ്രതികാരം ചെയ്യും. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അവൻ്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട് നിത്യനാശം ശിക്ഷയായി അനുഭവിക്കും. കർത്താവ് തൻ്റെ വിശുദ്ധരിൽ മഹത്വപ്പെടുന്നതിനും ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ സാക്ഷ്യം മുഖേന
വിശ്വാസികളായവരിലൂടെ കീർത്തിക്കപ്പെടുന്നതിനുമായി ആ ദിവസം അവൻ വരുമ്പോൾ ഇത് സംഭവിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിൻ തിരുവചനം, സ്നേഹത്തിൻ തിരുവചനം, പാതകളിൽ ഇരുളാകെ അകറ്റും ദൈവത്തിൻ തിരുവചനം, പാദങ്ങൾക്കു വിളക്കായി മാറും സ്നേഹത്തിൻ തിരുവചനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ശംസിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 18 വചനങ്ങൾ 35 മുതൽ 43 വരെ. അവൻ ജെറിക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു. നസ്രായനായി യേശു കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു. യേശു അവിടെ നിന്നു അവനെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിന്റെ പിന്നാലെ പോയി. ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹമുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ഏലിയാസ് ലീവ മൂശക്കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഏലിയാസ് ലീവ മൂശക്കാലം നമ്മെ സൂചിപ്പിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് പ്രതിപാദിക്കുകയും അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയും വേണം എന്നാണ് ഏലിയാസ് ലീവ മൂശക്കാലം നമ്മെ പ്രബോധിപ്പിക്കുന്നത്. ഇന്ന് നമ്മുടെ തിരുസഭയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നുണ്ട്. ഒരു 16-15 വയസ്സായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, കാർലോസ് അക്കൂട്ടീസ് എന്ന് പറഞ്ഞ ഒരു ഇറ്റാലിയൻ ചെറുപ്പക്കാരനെ പരിശുദ്ധ പിതാവ് ഇന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന ഒരു പുണ്യ ദിവസം കൂടിയാണ്. 1991 മെയ് മാസം 3-ാം തീയതി ഇംഗ്ലണ്ടില് ജനിച്ച് അവിടെ നിന്നും തൻ്റെ മാതാപിതാക്കള് ഇറ്റലിയിലേക്ക് കുടിയേറി വന്നപ്പോൾ ഒരു ഇറ്റലിക്കാരനായി ജീവിച്ച് 2006 ഒക്ടോബർ മാസം 12-ാം തീയതി മരിച്ചു. വെറും 15 വർഷക്കാലമാണ് ഈ ചെറുപ്പക്കാരൻ ഒരു ബാലൻ ഈ ലോകത്തില് ജീവിച്ചത്. എന്തായിരുന്നു അവന്റെ ഈ കൊച്ചു ജീവിതത്തിന്റെ പ്രത്യേകത?
നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ അനുകരിക്കാവുന്ന ഒരു വിശുദ്ധനാണ് കാർലോസ് അക്കൂട്ടീസ്. കാർലോസ് അക്കൂട്ടീസിന് കമ്പ്യൂട്ടർ മേഖലയിലെ നല്ല ഒരു പരിജ്ഞാനമുണ്ടായിരുന്നു. 15 വയസ്സിനുള്ളിലെ അവൻ കമ്പ്യൂട്ടറിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചവനാണ്. പക്ഷെ അവന്റെ ഉള്ളിലെ തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹം, ദിവ്യകാരുണ്യത്തോടുള്ള ഏറ്റവും ആഴമായിട്ടുള്ള ഭക്തി അവനിലുണ്ടായിരുന്നു. ഈ ദിവ്യകാരുണ്യ ഭക്തി അവൻ ഈ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാനായിട്ട് വെബ്സൈറ്റിലൂടെ അവൻ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നു. ദിവ്യകാരുണ്യത്തിന്റെ പ്രത്യേകതയും അനുഭവങ്ങളും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ പല രീതിയിലുള്ള പ്രത്യക്ഷപ്പെടലുകളൊക്കെ അവൻ ഈ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയുണ്ടായി. പക്ഷേ അതിനിടയിലെ ആ ചെറുപ്പക്കാരന് ലോയ്ക്കേമിയ എന്ന് പറയുന്ന ഒരു മാരകമായിട്ടുള്ള ക്യാൻസർ രോഗം പിടിപെട്ടു. എന്നിരുന്നാലും ദിവ്യകാരുണ്യത്തോടുള്ള തീക്ഷ്ണമായിട്ടുള്ള ഭക്തി അവൻ തൻ്റെ ഇടക്കയിൽ വെച്ചും മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുകയുണ്ടായി. അങ്ങനെ യേശുവിനോട് ഏറ്റവും അടുത്ത് ജീവിക്കുവാനും ആ യേശുവിൻ്റെ അനുഭവം അവ മറ്റുള്ളവർക്ക് മീഡിയയിലൂടെ പങ്കുവെച്ചു കൊടുക്കാനായിട്ടും തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ച ഒരു ചെറുപ്പക്കാരൻ 2006 ഒക്ടോബർ മാസം ഈ ലോകം വിട്ടുപോകുകയാണ്. അങ്ങനെയാണ് അവൻ ഇന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. അവന്റെ നാമത്തിലെ ഒത്തിരി അത്ഭുതങ്ങൾ നടന്നു എന്നാണ് പറയുന്നത്. അവന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. അവന്റെ അമ്മ പറയുന്നുണ്ട്, എനിക്ക് ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി വർദ്ധിക്കാനുള്ള കാരണം എൻ്റെ പ്രിയപ്പെട്ട മകനാണ് എന്ന് പറയുന്നുണ്ട്. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ആ ഒരു കൊച്ചു വിശുദ്ധന്റെ ആ മധ്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യത്തിലുള്ള ഭക്തിയും സ്നേഹവും ഈശോയോടുള്ള സ്നേഹവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വളർത്തിയെടുക്കുവാനും പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഈ യുവതലമുറയിലെ ആ ചെറുപ്പക്കാരന്റെ ദിവ്യകാരുണ്യത്തെ സ്നേഹം കൂടുതൽ ആഴമായി പതിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ 3 വായനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒന്നാമത്തെ വായനയില് നമ്മൾ വായിച്ചു കേൾക്കുകയുണ്ടായി, അതായത് ദൈവത്തെ മറന്ന് ജീവിക്കുക അസാധ്യമാണ്. ദൈവം അത്ഭുതങ്ങളാണ് ഇസ്രായേൽ ജനത്തിന് ഒരുങ്ങിയിട്ടുള്ളത്. ഒരു ഇടയന്മാര് സാധാരണഗതിയിൽ ആടുകളെ മേയ്ക്കുമ്പോൾ ഏതെങ്കിലും തരത്തില് ആടുകളെ കൊല്ലാനായിട്ട് ആക്രമിക്കാനായിട്ട് സിംഹങ്ങളോ പന്നികളോ ഇതൊക്കെ വരുമ്പോൾ അവർ ഓടിപ്പോകാറില്ല എന്നാണ് പറയുന്നത്. വളരെ ചങ്കൂറ്റത്തോടുകൂടി ധൈര്യത്തോടുകൂടി അവയെ നേരിടുന്നവനാണ് ഇടയന്മാർ എന്ന് പറയുന്നുണ്ട്. പീഡകളും സഹനങ്ങളൊക്കെ കടന്നു വരുമ്പോഴും ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവഭക്തൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മിശിഹായിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞിട്ടുള്ള അത്ഭുതങ്ങളെ നമ്മൾ നന്ദിയോടെ ഓർക്കണം എന്ന് ദൈവജനത്തിന് പ്രവാചകൻ വഴി പ്രബോധിപ്പിക്കുകയാണ്. ഇന്നത്തെ 2ാം വായനയിൽ വിത്ത പൗലോസ് ശ്ലീഹ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, യേശുവിനെ കൂടുതൽ സ്നേഹിക്കുക. ആ യേശുവിനെ സ്നേഹിക്കുന്ന അവസരങ്ങളിലെ പീഡകളും യാതനകളൊക്കെ കടന്നു വരുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട. യേശു നമ്മോട് കൂടെയുണ്ട്. ആ നമ്മോട് കൂടെയുള്ള യേശുവിനെയാണ് വിശുദ്ധ പൗലോസും ശിഷ്യരും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് എന്ന് വളരെ വ്യക്തമാക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്, നമ്മുടെ കർത്താവ് ജെറിക്കോയിലൂടെ കടന്നു പോകുമ്പോൾ നടന്ന വലിയൊരു അത്ഭുതമാണ് നമ്മൾ സുവിശേഷത്തിൽ കണ്ടത്. വഴിയരികിലിരുന്ന് ഒരു അന്ധൻ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്നു. ആ വഴിയിലൂടെ യേശു
ഒത്തിരി ജനാവലിയുടെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അവൻ ഇതാരാണ് പോകുന്നതെന്ന് തിരക്കുകയുണ്ടായി. അപ്പോൾ അവന് മനസ്സിലായി ഏതോ ഒരു പ്രത്യേകമായിട്ടുള്ള വ്യക്തിയാണ് കടന്നു പോകുന്നത്, അവന് കാഴ്ച നൽകാൻ കഴിവുള്ളവനാണ് കടന്നു പോകുന്നതിനുള്ള ബോധ്യമായി. അതുകൊണ്ടാണ് അവൻ ഉറക്കെ ഉച്ചസ്വരത്തിൽ ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജനക്കൂട്ടത്തിൽ നിന്ന് ചിലരെ അവനെ തിരിക്കാനായിട്ട് പരിശ്രമിച്ചു. യേശുവിന്റെ അടുത്തേക്ക് നീ വരരുത് എന്ന് അവനെ തടയുന്ന ഒരു കൂട്ടം ആളുകളെ കാണാനായിട്ട് സാധിക്കും. എങ്കിലും അതും ഒന്നും അവനൊരു പ്രശ്നമായിരുന്നില്ല. അവൻ വീണ്ടും ഉറച്ച സ്വരത്തിൽ ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ യേശു അവനോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടണം എന്ന്. ഉടനെ യേശു അവനെ സുഖപ്പെടുത്തി, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിച്ചു എന്നാണ് സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. മിശിഹായിൽ സ്നേഹമുള്ളവരെ, എന്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് യേശു പ്രവർത്തിച്ച വലിയ അത്ഭുതത്തിലൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുക? ഒന്ന്, യേശുവിന്റെ അടുത്തേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കണം. ഒത്തിരി പ്രതിബന്ധങ്ങളും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നും അകന്ന് ജീവിക്കാനായിട്ട് താല്പര്യപ്പെടുന്നവരായിരിക്കാം. അവിടെ ഒന്നും സംഭവിക്കുകയില്ല. എത്രയും നമ്മൾ ദൈവസ്നേഹത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് വലിയ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ആരൊക്കെ നമ്മളെ തടഞ്ഞാലും നമ്മളുടെ വഴി ദൈവത്തിലേക്കുള്ള വഴിയാണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്നത്തെ ഈ കാലഘട്ടത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും അകന്ന് ജീവിക്കാനുള്ള ഒരു സവിശേഷതയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇന്ന് ഈ ലോകം വെച്ച് നീട്ടുന്ന പല കാര്യങ്ങളും ദൈവത്തിലുള്ള അല്ലെങ്കിൽ ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന കാര്യങ്ങളല്ല, നമ്മളൊക്കെ അകൽച്ചയോട് കാണുന്ന പല കാര്യങ്ങളാണ് നമ്മളൊന്നൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തില് നമ്മളെ ദൈവത്തിലേക്ക് വരുന്നതിന് തടസ്സപ്പെടുത്തുന്ന ഈ പ്രതിബന്ധങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്തുകൊണ്ട് ദൈവത്തിലേക്ക് തിരിയണം എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. രണ്ടാമത്, ദൈവത്തെ നമ്മൾ അറിയണം. പിതാവായ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നതും ആ പിതാവായ ദൈവമാണ് എന്നെ ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് അനുവദിക്കുന്നതും എന്ന് നമ്മൾ ഓരോ ദിവസം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണം. സങ്കീർത്തകൻ പറയുന്നത് പോലെ, ഞാൻ ഇരിക്കുന്നതും നിൽക്കുന്നതും ദൈവത്തിന്റെ കരുണയാലാണ് എന്ന് സങ്കീർത്തകൻ പറയുന്നത് പോലെ നമ്മളും നമ്മളുടെ ജീവിതത്തിൽ ഏറ്റുപറയേണ്ടതുണ്ട്. ദൈവത്തിന്റെ കൃപയാലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനായിട്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് നാം സദാ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ലോക ജീവിതം എത്ര നാൾ നീളുമെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടെ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തില് നമ്മളൊക്കെ വളരെ സുരക്ഷിതരായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമല്ല. ഇന്ന് ഒത്തിരി അപകടങ്ങൾ നിറഞ്ഞ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കണക്കുകൂട്ടലുകളല്ല, ദൈവത്തിന്റെ കണക്കുകൂട്ടലുകളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൊച്ചു ജീവിതത്തിലെ സുഹൃത്തുക്കളോട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. മൂന്നാമതായി, നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ അന്ധനായ മനുഷ്യൻ യേശുവിനോട് പറയുന്നുണ്ട്, യേശു ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടണം എന്ന്. ഇത് അവന്റെ വിശ്വാസത്തിന്റെ ആഴത്തിൽ നിന്നും വരുന്ന വചനങ്ങളാണ്. എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടണം എന്നുള്ളത്.
മിശിഹായിൽ സ്നേഹമുള്ളവരെ, നമ്മളും ദൈവസന്നിധിയിലെ നമ്മുടെ അവസ്ഥകളെ നമ്മൾ തുറന്നു വെക്കേണ്ടതുണ്ട്. ദൈവസന്നിധിയിൽ നമ്മൾ തുറന്നു പറയുമ്പോഴാണ് ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഇടപെടാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നോർക്കുക. ഇന്ന് പലപ്പോഴും പലതും നമ്മളെ തടസ്സപ്പെടുത്തുന്നുണ്ട്. നമ്മിലുള്ള സ്വാർത്ഥതയും അഹങ്കാരവും നമ്മുടെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ദൈവത്തോട് നമ്മൾ യാചിക്കുന്നതിന്, ആ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിന് നമ്മൾ തടസ്സപ്പെടുത്തുന്ന പല കാര്യങ്ങളുമുണ്ട്. പലരും അവനെ തടസ്സപ്പെടുത്താനായിട്ട് പരിശ്രമിച്ചു. ഇതാ പോകുന്നത് യേശുവാണ്, നീ മൗനമായിരിക്കുക, നിശബ്ദനായിരിക്കുക എന്ന് പറയുമ്പോഴും അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. ദാവീദിന്റെ പുത്രായ എന്നിൽ കനിയണമേ എന്ന് ഉച്ചത്തിൽ അവൻ നിലവിളിക്കുകയാണ്. ഇതാണ് ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ആയിരിക്കേണ്ട അവസ്ഥ. നാം ദൈവത്തിന്റെ മുമ്പിൽ തുറന്നു പറയുകയാണ്. സ്നേഹമുള്ളവരെ, ദൈവസന്നിധിയിൽ നമ്മൾ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ചരിത്രങ്ങളെ ആദ്യം മുതൽ അന്ത്യം വരെ അറിയാവുന്നതിനാണ് ദൈവം എന്ന് മനസ്സിലാക്കുക. ലൂക്കായുടെ സുവിശേഷത്തിലെ ഫരിസേയനും ചുങ്കക്കാരും ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഫരിസേയൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നീതീകരിക്കുകയാണ്. ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, എല്ലാ കാര്യങ്ങളും നിയമം പൊള്ളിയായി തെറ്റാതെ ഞാൻ നിർവഹിച്ചു എന്ന് പറയുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ചുങ്കക്കാരൻ മാറത്തടിച്ചുകൊണ്ട് കർത്താവിന്റെ മുഖത്ത് പോലും നോക്കാനായിട്ടുള്ള ആ വലിയ പരിഭവം കൊണ്ട് അവൻ നിലവിളിച്ചുകൊണ്ട്, കർത്താവേ എന്നിൽ കനിയണമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, അവൻ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി തിരിച്ചുപോയി എന്നാണ് പറയുന്നത്. നീതീകരിക്കൂ എന്ന് പറയുമ്പോൾ ദൈവം അവനെ സ്വീകരിച്ചു. അവൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം അവനെ സ്വീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥകളെ തുറന്നു പറയുവാനും, നമ്മളൊക്കെ നീതീകരിക്കപ്പെട്ടവരായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് മടങ്ങിച്ചെന്നുകൊണ്ട് കൂടുതൽ സുഹൃത്തുക്കളും സ്നേഹവും ഐക്യവും ഒക്കെ നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതത്തിലൊക്കെ പുലർത്തിക്കൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതാണ് ദൈവം നമ്മിൽ നിന്നെല്ലാം ആഗ്രഹിക്കുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഓരോ ദിവസവും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. രണ്ടാം വത്തിക്കാൻ സൂനകദോസി പ്രകാരം പറയുന്നുണ്ട്, ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന വിശ്വാസികൾക്ക് ദൈവജനത്തിന് സുനിശ്ചിതമായിട്ടുള്ള പ്രത്യാശയും സമാശ്വാസവും നൽകുന്നവളാണ് പരിശുദ്ധ അമ്മ എന്ന്. നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ ഉദയം വരെ ഈ ഭൂമുഖത്ത് തീർത്ഥാടനം ചെയ്യുന്ന ദൈവജനത്തിന് സുനിശ്ചിതമായ പ്രത്യാശയും സമാശ്വാസവും നൽകുന്നവളാണ് പരിശുദ്ധ അമ്മ എന്ന്. ആ പരിശുദ്ധ അമ്മയെ ദൈവം നമ്മുടെ അമ്മയായി നമുക്ക് നൽകിയിരിക്കുകയാണ്. നമ്മുടെ സമീപത്ത് നിന്നുകൊണ്ട് നമ്മെ യേശുവിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിനെന്ന് പറഞ്ഞ് നമ്മൾ യേശുവിലേക്ക് കൊണ്ടുവരികയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ആ പരിശുദ്ധ അമ്മയോടും നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ കുടുംബങ്ങളിലെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലൊക്കെ കുറവുകൾ ഉണ്ടാകുമ്പോൾ തികവുകളാക്കി മാറ്റാനായിട്ട് തന്റെ തിരുക്കുമാരോട് അപേക്ഷിക്കുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് നോക്കിക്കാണാനായിട്ട് പരിശ്രമിക്കാം. ആ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിന്റെ തണലില് നമ്മുടെ കുടുംബങ്ങളൊക്കെ വളർന്നു വരുവാനായിട്ട്, നമ്മുടെ മക്കളെ പരിശുദ്ധ അമ്മയോട് ചേർത്ത് നിർത്താനായിട്ടും, പരിശുദ്ധ അമ്മ നമ്മുടെ മക്കളെ വിശ്വാസത്തിൽ പരിശീലിപ്പിക്കുന്നവളാണെന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മുടെ മക്കളെയൊക്കെ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തോട് ചേർത്ത് വെക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സ്നേഹമുള്ളവരെ, ഇന്നത്തെ യുവതലമുറ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് ദൈവത്തിലേക്ക് അവരെ ചൂണ്ടിക്കാണിക്കുക, പരിശുദ്ധ അമ്മയിലേക്ക് അവരെ അടുപ്പിക്കാനായിട്ട് പരിശ്രമിക്കുക. ദൈവം അവരെ വാർത്തെടുക്കുന്നവനാണ്. പരിശുദ്ധ അമ്മ അവരെ പരിശീലിപ്പിക്കുന്നവളാണ്.
എന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ മക്കളെയൊക്കെ വളർത്താൻ സാധിച്ചാൽ നമ്മുടെ കുടുംബങ്ങളിലെ ഒത്തിരി സമാധാനവും സന്തോഷവും അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുവേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താകായം അപേക്ഷിച്ചുകൊണ്ട് നല്ലവനായ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ തിരുസഭയുടെ പ്രബോധനങ്ങൾക്ക് വിധേയരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏലിയയുടെ തീക്ഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടി ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യാൻ സഭാതനേരെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കൊണ്ട് ഭീതി പൂണ്ട വത്സര ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത മിശിഹായെ വിധി ദിവസത്തിൽ മഹത്വപൂർണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെതിരേൽക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവനെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലിയോ 14 പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ ശ്രേഷ്ഠ മെത്രാപൊലിത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപൊലിത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായ മിശിഹായെ ദേവദൂതന്മാരാൽ പരിസേവിതനായി കുറിച്ചിടാത്തോടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധരൊന്നിച്ച് നിന്നെതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ വ്യസകാരകസജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ നീക്കും സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാ സമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. താതനും അതുപോലാത്മജനും ദിവ്യറുകാക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സദരമൂർത്തിട പവനമീ ബലിയിൽ
ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലസൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിൽ നിന്നുള്ള സത്യവും പിതാവിനോടുകൂടി ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവാൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെ ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉറപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാർത്തിയാക്കിസ്മാരും മേജർ ആർച്ച് ബിഷപ്പ്മാരും മെത്രാപോലിത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിശുദ്ധ നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരക്തങ്ങളാകുന്ന ദിവരേശങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങൾ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ആനന്ദ കന്യാ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും ഒരു കർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനമായ പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ.
കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ഭോഗാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേരുദ്ധത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലെ സകലത്തെയും അനുവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളായിരങ്ങളും മലാക്കമാട് പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും പ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ, ബലവാനും കർത്താവും നീ പ്രഭു. സ്വർഗസ്ഥനായ പിതാവേ, ബലവാനും കർത്താവും നീ പ്രഭു. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതി മീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതി മീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗസ്ഥനായ പിതാവേ, ബലവാനും കർത്താവും നീ പ്രഭു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസരോടത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക്
ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവിനാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. നീ ഞങ്ങൾക്ക് നൽകില്ല സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ലയോ 14 പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് മാർ റാഫേൽ മെത്രാപ്പോലീത്താക്കും ഞങ്ങളുടെ മേലധ്യക്ഷ പിതാവുമായ മാർ പോളി മെത്രാനും മറ്റെല്ലാ വൈദിക മേലധ്യക്ഷന്മാർക്കും പുരോഹിതന്മാർ, സംസ്ഥാനമാർ, സമർപ്പിതരാൽമായ പ്രേക്ഷിത ഭരണകർത്താക്കൾ, മേലാധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളെയും വന്നവരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടവക സമൂഹത്തിൽ വേർപിരിഞ്ഞു എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശ കാത്തിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട ജനത്തിനും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴങ്ങടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം. ഞങ്ങളുടെ പ്രിയപുത്രനായി ശംസികായങ്ങ് അയച്ചൊന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീതായുള്ളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങൾ എല്ലാവർക്കും ധർമ്മിലും വിശുദ്ധി ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥന് രക്ഷകനുമായി ശംസികായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും വൈഭക്യനവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിലൂടെ ആവർത്തിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ.
ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുടെ ഫലപ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സുഖരാജ്യത്തിൽ നോമാജീവത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനെയും വിസ്മയാകുമ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീതായുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യമനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ ത്രിത്വമായി യോഗ്യരാകുന്നു. എങ്കിലും സുന്ദരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ശംസിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവും അപ്പം സ്വർഗത്തിനിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. കരങ്ങളിൽ ഉയരുമേ തിരുവോസ്തിയിൽ യേശുവിൻ തിരുമുഖം കാണാൻ ആശയുടണയുന്നു ഞാൻ. പുരോഹിത കരങ്ങളിൽ ഉയരുമേ തിരുവോസ്തിയിൽ യേശുവിൻ തിരുമുഖം കാണാൻ ആശയുടണയുന്നു ഞാൻ. ദിവ്യകാരുണ്യ സ്നേഹമേ, ഞങ്ങളിൽ നിറയണമേ. സ്വർഗീയ നന്മയാം തേജസ്സേ, അനുദിനം ആരാധന. നമ്മുടെ കർത്താവേ ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരയോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണവും ക്ഷമിക്കണമേ. മഹോന്നതമായ അങ്ങേ സ്വഗ്രാഹത്തിൽ സകല വിസ്തരം സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോട് അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി ആഭരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ.
ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകലോക പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിലവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷം എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്നതാവിയുടെ കൃപാർത്ഥ കാരണത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ. കൈകളിൽ നാവിലിൻ
നിത്യപുരോഹിതനായ യേശു അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മല്ലമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയായ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ ഈ പൗരോഹിത്യത്തിന്റെ മഹനീയപുത്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ തെറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും ഫലത്തിൽ നിത്യ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദ്യരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. അറിയിപ്പുകൾ. കഴിഞ്ഞ ആഴ്ചത്തെ സ്വസ്ഥ നടത്തിയത് സെന്റ് പോൾ യൂണിറ്റ് ആണ്. അവർക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ആഴ്ച സെന്റ് സേവിയർ യൂണിറ്റ് ആണ്. ഈ കുർബാനയ്ക്ക് ശേഷം മിഷൻ ഞായർ ഉൽപ്പന്ന ലേലം സെന്റ് അൽഫോൺസ് യൂണിറ്റ് ആണ് നിർവഹിക്കുന്നത്. ചൊവ്വാഴ്ച തിരുക്കർമ്മങ്ങൾ വൈകിട്ട് 4:45 വിശുദ്ധ കുർബാന. തുടർന്ന് ആലത്തൂർ കപ്പേളയിൽ ലതീഞ്ഞ് നൊവേന ഏറ്റെടുത്ത് നടത്തുന്നത് കുന്നത്ത് പറമ്പിൽ ബാബു ജിനി, എഡ്വിൻ വിൽസൺ കുന്നത്ത് പറമ്പിൽ, ഏഞ്ചൽ മരിയ വിൽസൺ കുന്നത്ത് പറമ്പിൽ, എവീന വിൽസൺ കുന്നത്ത് പറമ്പിൽ. ശനി തിരുക്കർമ്മങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ താല്പര്യമുള്ളവർ അറിയിക്കുമല്ലോ. അടുത്ത ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം ഇടവക പ്രതിനിധി യോഗം ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നലെയും ഇന്നുമായി അൾത്താര സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങൾ ഇന്ന് ഉച്ചതിരിഞ്ഞ് 2 മണി മുതൽ ആരംഭിക്കുന്നു. ഫൈനൽ മത്സരത്തിനു മുമ്പായി രൂപതയിലെ വൈദികരുടെയും ഇടവകയിൽ വെറ്ററൻസ് ടീമും തമ്മിലുള്ള സൗഹൃദ മത്സരം ഉണ്ടായിരിക്കുന്നതാണ്. മത്സരം കാണുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഏവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു. നാളെ 8-ാം തീയതി മാതാവിന്റെ ജനന തിരുനാൾ രാവിലെ 5:45 ജപമാല, 6:15 തിരുനാൾ കുർബാന. സമർപ്പണം നടത്തേണ്ടത് ഇടവകയിലെ എല്ലാ അമ്മമാരും, മേരി നാമധാരികൾ, പ്രസിദ്ധന്തിമാർ എന്നിവരും ആണ്. തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നത് മാതൃവേദി ബിന്ദു ജിൻസൺ നെല്ലിശ്ശേരി, ആഷ്ലിൻ തോമസ് മണിക്കത്ത് പറമ്പിൽ, എഡ്വിൻ വിൽസൺ കുന്നത്ത് പറമ്പിൽ, ഏഞ്ചൽ മരിയ വിൽസൺ കുന്നത്ത് പറമ്പിൽ, എവീന വിൽസൺ കുന്നത്ത് പറമ്പിൽ, ജിബിൻ സ്റ്റീഫൻ ആട്ടോക്കാരൻ. മതബോധന വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ആയി നടത്തപ്പെടുന്ന ഫാമിലി ലോഗോസ് ക്വിസ് അടുത്ത ഞായറാഴ്ച 2ാമത്തെ കുർബാനയ്ക്ക് ശേഷം നടത്തപ്പെടുന്നു. സാധിക്കുന്ന എല്ലാ കുടുംബങ്ങളും പങ്കെടുക്കുവാനായിട്ട് പരിശ്രമിക്കുക. ഓണത്തോടനുബന്ധിച്ച് CLC ഒരുക്കിയ മത്സരങ്ങളിൽ പങ്കെടുത്തവർക്കും ഓണാഘോഷത്തിൽ പങ്കെടുത്ത നിങ്ങൾക്കേവർക്കും മത്സരങ്ങൾ സംഘടിപ്പിച്ച CLCയുടെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മിശിഹായിൽ സ്നേഹമുള്ളവരെ,
കുർബാന കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം, ഏതച്ഛനാണ് എന്ന് വന്ന് കുർബാന ചൊല്ലിയത് എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാം. അപ്പോൾ അത് ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായി ഞാൻ തന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് പോൾ പനംകുളം അച്ഛൻ. എൻ്റെ വീട് ഇരിഞ്ഞാലക്കുട അടുത്ത് തന്നെയാണ്, പറപ്പൂക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നിങ്ങൾ കുറേ പേരൊക്കെ പറപ്പുകര ലോനാമുത്തപ്പൻ്റെ തിരുനാൾക്കൊക്കെ എല്ലാ മാസം മാസത്തിലൊക്കെ വരാറുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി ചിലപ്പോൾ പറപ്പൂരിന്ന് ഇവിടെ വന്ന് കെട്ടിച്ചു വന്ന ആളുകളുണ്ടായിരിക്കാം. അപ്പോൾ എന്നിരുന്നാലും എൻ്റെ വീട് പറപ്പൂക്കര പനംകുളം ഫാമിലി. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ ഇവിടെ കുറച്ചു കാലം ശുശ്രൂഷ ചെയ്യാൻ എത്തിയിരിക്കുന്ന ആ ജെറിനച്ചൻ്റെ സഭയിൽപ്പെട്ട ഒരു അംഗം കൂടിയാണ്. ഷെൻസ്റ്റാട്ട് എന്ന് പറയും. നമ്മുടെ രൂപതയിലാണ് ഷെൻസ്റ്റാട്ട് എന്ന പ്രസ്ഥാനം രൂപം കൊണ്ടത്. ഒരു പക്ഷേ ഇവിടുന്ന് കുറച്ച് മാതാവിൻ്റെ തീർത്ഥാടക മാതാവിൻ്റെ ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മുടെ അന്ന് 1968 കാലഘട്ടത്തിലാണ് അന്നത്തെ നമ്മുടെ അക്കരക്കാരൻ അച്ഛന്മാര് ഈ ഷെൻസ്റ്റാട്ട് പ്രസ്ഥാനം ജർമ്മനിയിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത്. നമ്മുടെ ആളൂരിലുള്ള പ്രസാദനാഥയുടെ കപ്പേളയാണ് ഇതിൻ്റെ ഒരു തുടക്കമായിട്ട് അന്ന് 1969 കാലഘട്ടത്തിൽ പണിയപ്പെട്ടിട്ടുള്ള മാതാവിൻ്റെ ഒരു കപ്പേളയാണ്. അതിനുശേഷമാണ് ആദ്യത്തെ ഇവിടെ ഉള്ള വൈദിക വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് പഠിപ്പിച്ച് ആദ്യത്തെ വൈദികരിൽ പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ ഇന്ന് ഷെൻസ്റ്റാട്ട് പ്രസ്ഥാനത്തിലെ സിസ്റ്റേഴ്സ് ഉണ്ട്, ഇത്തിരി അൽമായരുണ്ട്. ഇത് ലോകമെമ്പാടും 10-40 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയ ഒരു അപ്പസ്തോലിക പ്രസ്ഥാനമാണിത്. അച്ഛന്മാരും സിസ്റ്റേഴ്സും മാത്രമല്ല, അതിലെ അൽമായരും ഒക്കെയുണ്ട്, രൂപതാ വൈദികരുണ്ട്. ഒത്തിരി ആളുകൾ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അത്. നമ്മുടെ ഇടവയിലെ നമ്മുടെ ഈ ഇരിഞ്ഞാലക്കുട രൂപതയിലേക്ക് വന്നതിൽ തന്നെ നമുക്ക് സന്തോഷിക്കാം. ഇന്ന് കേരളത്തിൽ നിന്ന് 54 അച്ഛന്മാര് ഈ പ്രസ്ഥാനത്തിലുണ്ട്. അതുപോലെ തന്നെ കുറെ ബ്രദേഴ്സൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. നമ്മുടെ മൈനസ് സെമിനാരിയുടെ ആളൂര് ആനത്തടം എന്ന സ്ഥലത്താണ്. അപ്പോൾ ഞാൻ ഈ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊവിൻഷ്യാളത്തിനാണ്. അവിടെ താമസിക്കുന്നത് ആലുവായിലാണ്. ഇവിടുന്ന് കുറച്ച് പേരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ജെറിനച്ചൻ്റെ കൂടെയൊക്കെ അങ്ങോട്ട് വന്നിരുന്നത് കാണാനായിട്ടൊക്കെ വന്നിരുന്നു. അപ്പോൾ നിങ്ങൾ തുടർന്നും ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ആർക്കെങ്കിലുമൊക്കെ മാതാവിൻ്റെ കപ്പേളൊക്കെ കാണാനും തൃശ്ശൂർ വലിയൊരു ആഘോഷം അടുത്ത ആഴ്ചയിലുണ്ട്. തീർത്ഥാടന മാതാവ് ഒരു വലിയ ഒരു പ്രേക്ഷിത പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. പരിശുദ്ധമ്മ കുടുംബങ്ങൾ തോറും കടന്നു ചെന്ന് കുടുംബങ്ങളുടെ ഐക്യത്തിനും അതുപോലെ തന്നെ സന്തോഷത്തിനും സമാധാനത്തിനും നമ്മുടെ മക്കളൊക്കെ കൂടുതൽ വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് കടന്നു വരുന്നതിന് ഈ തീർത്ഥാടക മാതാവ് പല കുടുംബങ്ങളിലേക്ക് ഇന്ന് കടന്നു ചെല്ലുന്നുണ്ട്. പല ഇടവകകളും അവരെ സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെ പല അച്ഛന്മാരുടെയൊക്കെ സഹകരണങ്ങളുണ്ട്. നിങ്ങളുടെ ഈ ജോജോ തൊടുപുറമ്പലച്ഛൻ എൻ്റെ ഒരു നല്ല സുഹൃത്താണ്, അദ്ദേഹമാണ്. ഒരു ദിവസം എന്നോട് പറഞ്ഞ, അച്ഛാ എനിക്ക് 2 മാസം ഒരു അച്ഛനെ കിട്ടണം, ഞാനൊന്ന് വിദേശത്തേക്കൊന്ന് പോകണം. അങ്ങനെയാണ് ഞാൻ ജെറിനച്ചനെ ഈ ഇടവകയിലേക്ക് വിടുന്നത്. അപ്പോൾ നിങ്ങൾ ജെറിനച്ചൻ വളരെ താല്പര്യത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നതും ഇവിടെ നിങ്ങളുടെ എല്ലാ ആത്മീയ കാര്യങ്ങളൊക്കെ നടത്തി തരുന്നത്. അപ്പോൾ അച്ഛന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇടവകയിൽ നിന്നും ധാരാളം ദൈവവിളികൾ ഉണ്ടാകട്ടെ എന്ന് കുറച്ച് സിസ്റ്റേഴ്സിനെ കൂടെ കാണുന്നുണ്ട്. ഈ ഇടവകയിൽ നിന്നുള്ള സിസ്റ്റേഴ്സാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുടുംബങ്ങളിലെ ദൈവത്തെക്കുറിച്ച് ദൈവവിചാരത്തെക്കുറിച്ച് മാതാപിതാക്കളൊക്കെ മക്കളോട് സംസാരിക്കണം. അവരെ മറ്റുള്ളവരെ കുറ്റം പറയുന്നതല്ല കൂടുതൽ കേൾക്കേണ്ടത്, മറിച്ച് ദൈവത്തെക്കുറിച്ച് മാതാപിതാക്കൾ മക്കളോട് സംസാരിക്കുന്നതാണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ടത്. അല്ലാതെ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും സഫിയെയും ഒക്കെ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് യാതൊരു പുണ്യം നമുക്കുണ്ടാകില്ല. നമ്മുടെ പിള്ളേരൊക്കെ ഇത് കേട്ട് അവർ വേറെ വഴിക്കൊക്കെ ഇങ്ങനെ പോവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. കുറ്റം കുറവുണ്ട്. ഈ നിൽക്കുന്ന എനിക്കും ഒത്തിരി കുറ്റങ്ങളും കുറവുകളുണ്ട്. അപ്പൊ ഇതൊക്കെ ദൈവം കാണുന്നവനാണ്. ദൈവം അതനുസരിച്ച് ഓരോരുത്തരെയും പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്നവനാണ് ദൈവം എന്ന് നമുക്ക് ഓർക്കാം. കുറവുകള് നികത്താനായിട്ട് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. ഒത്തിരി അച്ഛന്മാര്
നല്ല അച്ഛന്മാരുണ്ട്, കൊച്ചച്ഛന്മാരൊക്കെ അതിൽ എല്ലായിടത്തും ഉള്ളതാണ്. കുറച്ച് ഇങ്ങനെ വഴിവിട്ട ജീവിതം നയിക്കുന്ന എല്ലാ സമർപ്പിതരുണ്ട്, അച്ഛന്മാരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, നമ്മൾക്കുണ്ട്. നമ്മളും അൽമായരും ഒക്കെ അങ്ങനെ തന്നെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങളിലെ ദൈവത്തെ കുറിച്ച് നമ്മുടെ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് മാതാപിതാക്കൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് ധാരാളം ദൈവവിളികളൊക്കെ നമുക്ക് ഉണ്ടാകുകയുള്ളൂ. സ്നേഹമുള്ളവരെ, നമുക്കറിയാം കുർബാന ഇല്ലാത്തൊരു സാഹചര്യത്തെ കുറിച്ച് നമുക്ക് ഓർക്കാൻ സാധിക്കുമോ? ഞാൻ ഇന്ന് 5:30 മണിക്ക് ഇവിടെ നിന്ന് വന്നു. ഞാൻ ഇന്നലെ ചെറിയൊരു ഓണാഘോഷത്തിന് എൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഓണത്തിൻ്റെ അന്ന് ചെല്ലാൻ പറ്റിയില്ല. അപ്പോൾ ഓണം ഇന്നലെ ഞാൻ പറഞ്ഞു, ഇന്നലെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഓണം. പിള്ളേരൊക്കെ ആയിട്ട് കളിച്ചും ചിരിച്ചും ഒക്കെ വന്ന് ഞാൻ അവിടെ നിന്ന് വെളുപ്പിന് ഇങ്ങോട്ട് ഞാൻ പോന്നു. ഇവിടെ വന്നപ്പോൾ ആരാധനയ്ക്ക് ആളുകൾ വരുന്നു. നിങ്ങൾക്കത് നല്ലൊരു കാര്യമാണ്. നമ്മുടെ രാവിലെ തന്നെ ദിവ്യകാരുണ്യ സന്നിധിയിലൊക്കെ അല്പസമയമൊക്കെ പ്രാർത്ഥിക്കും. നമ്മുടെ ഇടവകയുടെ നിയോഗങ്ങൾക്കും കുടുംബങ്ങൾക്കും പ്രാർത്ഥിക്കുന്നത് ഒരു നല്ല ഒരു പാരമ്പര്യമാണ്. ഇതൊക്കെയാണ് നമ്മുടെ മക്കള് കണ്ട് പഠിക്കേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നത്തെ യുവതലമുറ നമ്മുടെ നാടും വീടും വിട്ടൊക്കെ ഇന്ന് പുറത്തേക്ക് ജോലിക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസരമാണ്. അവിടെ ചെല്ലുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത ആ ദൈവ വിചാരം, ദൈവചിന്തകള് അവിടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അങ്ങനെ നല്ല കുടുംബങ്ങള്, നല്ലൊരു യുവതലമുറ ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകമായിട്ട് മാതാപിതാക്കളും ത്യാഗത്തോട് സഹനത്തോട് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നമ്മള് ദിവ്യകാരുണ്യ സന്നിധിയില് കൈവിരിച്ച് കണ്ണീരോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയാണ് ഇതൊക്കെ നടക്കുക. അതുകൊണ്ട് ധാരാളം ദൈവവിളിയില് നമ്മുടെ ഈ ഇടവകയിൽ നിന്നും ഉണ്ടാകട്ടെ. ഇനി ആർക്കെങ്കിലും കോളച്ചന്റെ സഭയിലെ ജെറിനച്ചന്റെ സഭയിലെ അംഗങ്ങളാകാനായിട്ട് കന്യാസ്ത്രീകളും നമ്മളെ സിസ്റ്റേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ ചെറുപ്പക്കാർക്ക് ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ജെറിനച്ചനോട് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൈക്കാരന്മാർക്കൊക്കെ അറിയാം ഞങ്ങളുടെ ഹൗസ്. അപ്പോൾ നിങ്ങൾ അവരെയൊക്കെ രൂപപ്പെടുത്താനായിട്ട് പ്രത്യേകമായിട്ട് യാചിക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്ന് നാളെ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാളാണ്. ഇന്ന് രാവിലെ പ്രസംഗത്തിൻ്റെ മുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് വലിയൊരു ദിവസമാണ്. ഒരു ചെറുപ്പക്കാരനെ പരിശുദ്ധ പിതാവ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന പുണ്യമായിട്ടുള്ള ദിനമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളോടൊക്കെ അതൊക്കെ പറയാം. ഞാൻ അടുത്ത കുർബാനയ്ക്ക് ഞാനിവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ നല്ല ജീവിത മാതൃകയിൽ വളർന്നു വരാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സമാപന പ്രാർത്ഥനയിൽ പങ്കുചേരാം. കർത്താവായ ദൈവമേ, തിരുവചനത്തിലൂടെ വിശുദ്ധ കുരിശിന്റെ രഹസ്യം വെളിപ്പെടുത്തിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊണ്ട് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരായി ഞങ്ങൾക്ക് ശക്തി നൽകി. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായേ, ഈ ദിവ്യരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകി. സകലത്തെയും പൗത്രീകരിക്കുന്ന നിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് ഞങ്ങളെ നിത്യസൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാൻ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം നാം ചെയ്യുകയാ. നാഥൻ തന്റെ മഹത്വത്തിൽ പങ്കാളികളായി തീർത്തല്ലോ. പീഡകളെങ്ങും നിറയുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കാൻ ഏകപിതാവാം സകലേശൻ കൃപയും ശക്തിയുമരുളട്ടെ. ദൈവത്തിൻ പരിപാലനയാൽ
പരിപാലനമീ ഭൂവിൽ നിങ്ങൾക്കെന്നാളും നൽവരദാനം നൽകിയിടും സംരക്ഷണവും ചിരകാലം ജീവനെഴും തിരുശ്ലീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ സംരക്ഷിതരായി തീരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തിയും കടങ്ങളെ വർദ്ധിക്കും പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ. ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. കർത്താവേ, മരിച്ചവരെ കണ്ണാപുറം ജീവിക്കണമേ, ജീവിക്കുന്നവരെയാപുറം പരിപാലിക്കണമേ, ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി അർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം ദൈവമേ, നിന്റെ കൃപയ്ക്ക് അത്ഭുതം എന്നോട് കരുണ തോന്നണമേ. നിന്റെ തിരുമുൻപിൽ ഞാൻ ചെയ്തു പോയ പാപങ്ങൾ നീ ഓർക്കരുതേ. എന്തുകൊണ്ടെന്നാൽ നിന്റെ തിരുക്കുമാരൻ ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുസൃതമായി എന്റെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, മാമോദീസ വഴി നിന്റെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളായ നിന്റെ ദാസരെ നിന്റെ അനുഗ്രഹത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. നിന്റെ ദിവ്യശരീരം ഭക്ഷിക്കുകയും തിരുരക്തം പാനം ചെയ്യുകയും ചെയ്തവരെ നീതിമാന്മാരുടെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവർത്തിയാലും അറിഞ്ഞും അറിയാതെയും നിന്റെ ദാസർ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്ന് മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വർഗീയോർത്തേക്ക് അവരെ പ്രവേശിപ്പിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.